സീമ പതനക്കായ ഉപയോഗിച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക് ചേർത്ത് നമുക്ക് ചുട്ടെടുക്കാം, വേവിച്ചെടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും പൊടി, ആവശ്യത്തിനുള്ള മുളകും പൊടി ചേർക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ചേർത്തു. കുറച്ച് മുളകും പൊടി മതി, എരിവുള്ളതാണ്. ഇനി മുളകും പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സീമ പതനക്കായ, ആദ്യമായിട്ട് കിട്ടുന്നത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, ഷുഗറിന് നല്ലതാണെന്നൊക്കെ പറയുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് നോക്കാം. നമുക്കതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളം മതി എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് സീമ പതനക്കായ നമുക്കത് വെന്ത് അടച്ച് വെച്ച് വേവിക്കാൻ. നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. ഇനി അത് വെന്ത് വരട്ടെ. ഒന്ന് നോക്കാം നമുക്ക്. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒരു ലേശം കൂടി വെള്ളം വറ്റാണ്ട്, അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അങ്ങനെ നമ്മളെ സീമ പതനക്കായ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ഇതിൻ്റെ രുചിയും എന്താണെന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല രുചിയുണ്ട്, ഒരു ഇളം മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.